ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU BTech 2024 സ്കീം ഗ്രൂപ്പ് എ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 1-ലെ കാൻഡർ ഡയഗണൈസേഷൻ ആർഗ്യുമെൻ്റ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ കാൻഡർ ഡയഗണൈസേഷൻ ആർഗ്യുമെൻറ്റ്, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സെറ്റിൻ്റെ കാർഡിനാലിറ്റീനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫൈനൈറ്റ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ അതിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെന്നല്ലേ. അപ്പോൾ ഇൻഫിനിറ്റിക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇൻഫിനിറ്റിയിൽ നമുക്ക് ഒരു കാർഡിനാലിറ്റീനെ കുറിച്ച് പറയാൻ പറ്റുമോ? എങ്ങനെയാണ്? അതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇപ്പം നമ്മൾ പഠിക്കുന്ന എല്ലാ നമ്പേഴ്സാണെങ്കിൽ, ഇപ്പം സെറ്റ് എടുക്കുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഇൻഫിനിറ്റി ആണല്ലേ. പക്ഷേ ഇതിനൊക്കെ ഒരു സൈസ് ഉണ്ടാവുമോ? ഇൻഫിനിറ്റിക്ക് ഒരു സൈസ് ഉണ്ടാവുമോ? അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞ കാൻഡർ ഡയഗണൈസേഷൻ ആർഗ്യുമെൻ്റ് വഴി നമ്മൾ ചിന്തിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു കാൻഡർ ഡയഗണൈസേഷൻ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് നമുക്ക് ഇങ്ങനൊരു ഐഡിയ ആണ് തരുന്നത്. അതായത് ഇൻഫിനിറ്റീൻ്റെ കാർഡിനാലിറ്റി, ഓക്കെ, ഡിഫറെൻറ്റ് സൈസുള്ള എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ്, ഇതെല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കൺസെപ്റ്റിൽ. അപ്പോൾ കാൻഡർ ഡയഗണൈസേഷനിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിയൽ നമ്പേഴ്സ് ഉണ്ടല്ലോ, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെന്ന് കാണിക്കാൻ പോവാണ്. റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ്. എന്താ ഈ അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്ന് പറയാൻ കാരണം? നമുക്ക് കൗണ്ടബിളി ഇൻഫൈനൈറ്റിനെ കുറിച്ച് ആദ്യം പറയാം. നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് 1 2 3 4 എക്സെട്ര എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും അല്ലേ. അതേപോലെ റിയൽ നമ്പേഴ്സിനെ നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ച് ഒരു സീക്വൻസ് ആയിട്ട് എഴുതുന്നത് പോസിബിൾ അല്ല എന്നാണ് അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീക്വൻസിൽ നമുക്ക് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്ത് എഴുതാൻ പറ്റും. പക്ഷേ അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റിനെ നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനി സബ്സെറ്റ് ഓഫ് അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ഈസ് അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ്. അതായത് ഒരു അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ സബ്സെറ്റ് തന്നെ എന്താണ്, അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള 0 മുതൽ 1 വരെയുള്ള ഒരു റിയൽ നമ്പേഴ്സ്, ആ 0 മുതൽ 1 വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ സെറ്റ് എടുക്കുകയാണ്. അത് അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ ആ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് തന്നെ അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ആ പറഞ്ഞ വലിയ സെറ്റും എന്തായിരിക്കും, അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയിരിക്കും. സോ നമുക്കതാണ് ഈ ഒരു ഡയഗണൈസേഷൻ ആർഗ്യുമെൻറ്റിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് അതാണ്. ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 0 to 1 ഈസ് അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ദെർബൈ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ അതിനേക്കാളും വലിയൊരു സെറ്റാണ് നമ്മുടെ റിയൽ നമ്പേഴ്സ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഇപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A = B ആണ് പ്രൂവ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്തായിരിക്കും? അസ്യൂം A ≠ B. ദെൻ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ് എഴുതി വരുമ്പോൾ ലാസ്റ്റ് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. ആ കോൺട്രഡിക്ഷൻ വന്നത് A ≠ B എടുത്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ള കോൺട്രഡിക്ഷൻ മെത്തേഡ് പറഞ്ഞു എന്നുള്ളൂ. നമ്മളിവിടെ അങ്ങനെ ഈക്വൽ ടു കൺസെപ്റ്റ് ഒന്നല്ല എടുക്കുന്നത്. ഇവിടെ നമ്മൾക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 0 മുതൽ 1 വരെയുള്ള സെറ്റിനെ അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ അസ്യൂം ചെയ്യുന്നത് 0 മുതൽ 1 വരെയുള്ള സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്തെന്ന് നമ്മൾ അസ്യൂം ചെയ്യും? കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് അവനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സീക്വൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ. അപ്പോൾ ഈ ഓരോ നമ്പറിനെയും നമ്മൾ ആ സീക്വൻസിൽ ഡയഗണൽ എക്സ്പാൻഷൻ വഴിയാണ് അല്ലേ 0 മുതൽ 1 വരെ ഉള്ളതെല്ലാം നമുക്ക് ഡെസിമൽ ആയിട്ടുള്ള നമ്പേഴ്സാണ് അല്ലേ വരിക. അപ്പോൾ നമുക്ക് അതൊന്ന് നമുക്ക് നോക്കിയാലോ, ആ റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരുന്നത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ 0.A1 A2 A3 ഇതൊന്ന് നോട്ട് ചെയ്യുക. 0.B1 B2 B3 B4 0.C1 C2 C3 C4 എക്സെട്ര അങ്ങനെ ഇൻഫൈനൈറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ A1ഉം A2ഉം A3 ഒക്കെ ഡിജിറ്റ്സ് ആണ് കേട്ടോ, അതായത് നമ്പറല്ല, അതേ ഒരു നമ്പറല്ല കേട്ടോ. 0. ഇപ്പോൾ 1 2 1 2 1 2 ഓക്കെ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ആ 1 2 1 2 1 2 ആണ് ഈ പറഞ്ഞ A1 A2 A3 എഴുതുന്നത് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ആവാം. ആ A1 ഈ പറഞ്ഞ A1 A2 A3 A4 ആണെങ്കിലും B1 B2 B3 B4 ആണെങ്കിലും ഇതെല്ലാം ഡിജിറ്റ്സ് ആണ്. ആ ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെ ആയിരിക്കും വരിക? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, ഡെസിമൽ ഫോമിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരു സീക്വൻസ് ആയിട്ട് ഇത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു പുതിയ ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. പുതിയ ഡിജിറ്റ് അല്ല, പുതിയൊരു നമ്പർ. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തത് ഒരു പുതിയ നമ്പർ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോവാണ്. ആ നമ്പർ എന്ന് പറയണത് ഇതിപ്പോൾ നമ്മൾ ഒരു കംപ്ലീറ്റ് ലിസ്റ്റാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ നമ്മൾ അതിലുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പുതിയ നമ്പർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതെങ്ങനത്തെ നമ്പറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റത്തെ നമ്പറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ്, അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്പറിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ്, മൂന്നാമത്തെ നമ്പറിൻ്റെ മൂന്നാമത്തെ ഡിജിറ്റ്, അങ്ങനെ എക്സെട്ര എത്ര വരെ നമ്മൾ എഴുതുന്നു ആ ഇൻഫിനിറ്റി നമ്പറിൻ്റെ ഏറ്റവും ഇൻഫിനിറ്റി ആയിട്ടുള്ള ഡിജിറ്റ്. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ nth നമ്പറിൻ്റെ nth ഡിജിറ്റ്. അപ്പോൾ അതെങ്ങനെ വരിക? നമുക്കൊരു ഡയഗണൽ ഫോമാണ് വരിക അല്ലേ. ഓക്കെ. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ അതിലുള്ള നമ്പേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. 0.1234 0.5678 0.9101 ഇത് അതിലെ ഒരു 2-3 നമ്പേഴ്സ് മാത്രമാണ്, ഇത്രയൊന്നുമല്ല, നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ ആദ്യമായിട്ട് ഞാൻ എഴുതിയ ഡിജിറ്റ് നമ്പർ വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഫസ്റ്റ് നമ്പറിൽ ആദ്യത്തെ ഡിജിറ്റ് എന്താണ്? 1 ആണ്. രണ്ടാമത്തെ നമ്പറിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് എന്താണ്? 6 ആണ്. മൂന്നാമത്തെ നമ്പറിൻ്റെ മൂന്നാമത്തെ ഡിജിറ്റ് എന്താണ്? 0. അങ്ങനെ എത്ര വരെ ഉണ്ടോ അതിനെല്ലാത്തിൻ്റെയും ഇതേപോലെ നാലാമത്തെ ഡിജിറ്റ് ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇൻക്രിമെൻറ്റ്, അതായത് ഇതെല്ലാം ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ 2 വെച്ച് ആഡ് ചെയ്യാം, ഒന്നില്ലെങ്കിൽ 1 വെച്ച് ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഏത് റൂൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഞാൻ പറയുന്ന എക്സാമ്പിളിൽ ഇൻക്രിമെൻറ്റിങ് ബൈ 1 ആണ്. അപ്പോൾ ആ നമ്പർ എന്തായിരിക്കും? 0.271 അല്ലേ. പിന്നെ അടുത്തത് ഇങ്ങനെ പോവുകയാണേ, കഴിഞ്ഞിട്ടില്ല, എക്സെട്ര ആണ്. നമുക്കറിയാം കുറേ നമ്പേഴ്സ് ഉണ്ടെന്ന്. ഈ നമ്പർ എന്ന് പറയണത് ഈ നമ്മൾ ലിസ്റ്റ് ചെയ്ത നമ്പേഴ്സിനെ എല്ലാത്തിനെയും, നമ്മൾ എത്രയോ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെല്ലാത്തിനേക്കാളും ഡിഫറെൻ്റ് ആണ് ഈ പറഞ്ഞ നമ്പർ അല്ലേ. അതെങ്ങനെയാണ് പറയാൻ പറ്റുക? ഇപ്പോൾ ഈ 0.1234 എക്സെട്ര ഈ നമ്പറും ഈ നമ്പറും സെയിം ആണോ? അല്ല. 0.5678 ഈ നമ്പറും ഈ നമ്പറും സെയിം ആണോ? അല്ല. ഇതേപോലെ തന്നെയാണ് ഏത് നമ്പർ കമ്പയർ ചെയ്യുകയാണെങ്കിലും എന്തായിരിക്കും? ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. കാരണം അതിൽ ഓരോ ഡിജിറ്റും നമ്മൾ മാറ്റിയിട്ടാണ് പുതിയൊരു നമ്പർ, നമ്മൾ ആ ഡയഗണൽ നമ്പേഴ്സിലെ ഓരോന്നിൻ്റെയും ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടാണ് പുതിയൊരു നമ്പർ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? വി ഫൗണ്ട് എ ന്യൂ നമ്പർ അല്ലേ. നമ്മളൊരു പുതിയ നമ്പർ കണ്ടുപിടിച്ചു, വിച്ച് ഈസ് ഡിഫറെൻറ്റ് അല്ലേ. ഒരു പുതിയ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ എവരി നമ്പർ ഇൻ ദ ലിസ്റ്റ്. കാരണം അതിൻ്റെ nth നമ്പറിൻ്റെ nth ഡിജിറ്റ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആയില്ലേ. കാരണം നമ്മൾ പറഞ്ഞു ആ ലിസ്റ്റ് നമ്മൾ എഴുതിയ സീക്വൻസ് ആണ് ഏറ്റവും കംപ്ലീറ്റ് സീക്വൻസ്. കൗണ്ടബിൾ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ നമുക്ക് അതിലില്ലാത്തൊരു എലമെൻറ്റിന് കിട്ടി. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അങ്ങനെ സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റില്ല. നമ്മൾ എത്ര തന്നെ എഴുതിയാലും അതിലില്ലാത്തൊരു നമ്പർ നമുക്ക് വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താ? നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കിട്ടിയില്ലേ. ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പർ ഏതാ?
ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സെറ്റ് ഏതാണ്? അത് അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റിനെ മാത്രമേ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ പറഞ്ഞ 0.0 മുതൽ 1 വരെയുള്ള സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ അതിനർത്ഥം എന്താ? നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇൻഫിനിറ്റിക്ക് വരെ സൈസ് ഉണ്ടെന്ന്. അതായത് ഈ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? റിയൽ നമ്പേഴ്സ് ഏറ്റവും വലുതാണെന്ന് കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കാൻഡേഴ്സ് ഡയഗണൈസേഷൻ ആർഗ്യുമെൻറ്റ് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഇനി ഇതിൽ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതിൽ ഈ ഒരു സ്ലൈഡിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ആ നമ്പർ, അതായത് നമ്മൾ ഡയഗണൽ എലിമെൻറ്റ്സ് എടുക്കുന്നു, 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് പുതിയൊരു നമ്പർ കിട്ടുന്നു. ആ പുതിയ നമ്പർ ഇവിടെ ഇത് 6 അല്ലേ, 2 ആണ്. 0.271 ആണ്. ഓക്കെ, അങ്ങനെ ആ പുതിയ നമ്പർ കിട്ടുന്നു. അതെല്ലാം ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫിനിറ്റി ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫിനിറ്റി. ഓക്കെ, ഒന്ന് വന്നിട്ട് എന്താ? കൗണ്ടബിൾ ഇൻഫിനിറ്റിയും മറ്റേതെന്താ? അൺകൗണ്ടബിൾ ഇൻഫിനിറ്റിയും. അപ്പോൾ കൗണ്ടബിൾ ഇൻഫിനിറ്റിക്ക് എക്സാമ്പിളാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? കൗണ്ടബിൾ ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിലുള്ള നമ്പേഴ്സിനെ നമുക്ക് സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? ദേ ക്യാൻ ബി ലിസ്റ്റഡ് എസ് എ സീക്വൻസ്. എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര. നിനക്ക് ഇനിയിപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം. 10,000 10 million എത്ര നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് എഴുതിക്കൊണ്ടേയിരിക്കാം അല്ലേ? പക്ഷേ അത് എൻഡിങ് അല്ല അല്ലേ? എൻഡിങ് അല്ല. പക്ഷേ ഈ പറഞ്ഞ അൺകൗണ്ടബിൾ സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, അൺകൗണ്ടബിൾ ഇൻഫൈനൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, നമുക്ക് അതിലേതാ നമ്പേഴ്സ് എന്ന് പറഞ്ഞ പോലെ ലിസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മൾ എത്ര തന്നെ ഈ നമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചാലും ആ നമ്പർ അല്ലാണ്ട് നമ്മൾ എഴുതിയ നമ്പറിനേക്കാളും ഡിഫറെൻ്റ് ആയൊരു നമ്പർ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താണ്? അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 0 to 1. ഓക്കെ, റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 0 to 1 റിയൽ നമ്പേഴ്സ് ഇറ്റ്സെൽഫാണ്. അതിൻ്റെ സബ്സെറ്റായിട്ടുള്ള 0 to 1 എന്താണ്? നമ്മുടെ അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡ് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫസ്റ്റ് എഴുതിയത് ജസ്റ്റ് ഒരു 2-3 ലൈനിലാണ് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞുള്ളൂ. ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളൂ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡിജിറ്റ് മാറ്റി, രണ്ടാമത്തെ ഡിജിറ്റ് മാറ്റി, ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് പുതിയൊരു നമ്പർ കിട്ടി. അപ്പോൾ ആ ലിസ്റ്റിൽ ഇല്ലാത്തൊരു നമ്പർ കിട്ടി. അപ്പോൾ ആ ലിസ്റ്റ് ഇൻകംപ്ലീറ്റ് ആണ്. 0 to 1 അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അങ്ങനെ അടുത്ത സ്ലൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലായത്? എല്ലാ ഇൻഫിനിറ്റിയും ഒരേ സൈസ് അല്ല എന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനേക്കാളും വലിയതായിട്ട് ഒരു പുതിയൊരു ഇൻഫിനിറ്റി ഉണ്ട് അല്ലേ? എല്ലാ ഇൻഫിനിറ്റിയും ഒരേ സൈസ് അല്ല എന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ ഇതുപോലെ ഇതെന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റാണ്. ഇൻ സെറ്റ് തിയറി, ടോപ്പോളജി, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ലോജിക്കിലെ ഒരുപാട് ഏരിയസിൽ ഇതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനി ഇതപ്പോൾ ലാസ്റ്റ് നമ്മൾ ആ ഒരു റെപ്രസെൻറ്റേഷനാണ്, ഡയഗണലൈസേഷൻ പ്രോസസ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. അതായത് നമ്മളിപ്പോൾ നമ്പേഴ്സ് എഴുതി, ഇതിൽ ഡയഗണൽ എലിമെൻറ്റ്സ് എടുത്തു, അതെല്ലാം ഇതിപ്പോൾ നമുക്ക് ചോദിക്കാം 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്താൽ മാത്രം മതിയോ? ഇതുപോലെ നമുക്ക് ഒരുപാട് മെത്തേഡിൽ ഡിഫറെൻറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഇപ്പോൾ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഈ നമ്പറാണ്. ഓക്കെ, ഇനി ഞാൻ ഇപ്പോൾ 2 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം ഡയഗണൽ നമ്പേഴ്സ്, എനിക്ക് വേറെ നമ്പർ കിട്ടും. ഇതിന്ന് ഡിഫറെൻ്റ് ആയിട്ട് 3 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അങ്ങനെ എന്തൊക്കെ മെത്തേഡിൽ നമുക്ക് ഈ പറഞ്ഞ ലിസ്റ്റ് ചെയ്ത നമ്പേഴ്സിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് കിട്ടും. സോ നമ്മൾ എഴുതിയത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാൻഡർ ഡയഗണലൈസേഷൻ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് വീണ്ടും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.